UDF സർക്കാരിന് മുമ്പിൽ അഗ്നിപരീക്ഷകളേറെ എങ്ങനെ അതിജീവിക്കുമെന്നാണ് കേരളം ചോദിക്കുന്നത്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം UDF അധികാരത്തിലെത്തിയതിന്റെ ആഘോഷങ്ങൾക്കിടയിലും സർക്കാർ നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളികളാണ്. സാമ്പത്തിക പ്രതിസന്ധി മുതൽ ഘടകകക്ഷികളുടെ അതൃപ്തി വരെ നീളുന്നവയാണത്. UDF എങ്ങനെ അതിജീവിക്കും? ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിൽ ഇന്ധനവില 4 രൂപയിലധികം വർദ്ധിച്ചതും ഇനിയും കൂടാൻ പോകുന്ന സാഹചര്യവും മുൻപിൽ നിൽക്കുന്നു. UDF സർക്കാരിന് മുമ്പിലുള്ള ആദ്യത്തെ വലിയ വെല്ലുവിളിയാണിത്. ഇതിനിടെയാണ് പൊതു സാമ്പത്തിക പ്രതിസന്ധി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപവത്കരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ, വരുമാന ചോർച്ചകൾ, ഘടനാപരമായ പരിമിതികൾ എന്നിവ ധവളപത്രത്തിലുണ്ടാകും. 10 വർഷം നീണ്ട ഇടതുഭരണത്തിലെ ധനസ്ഥിതി സംബന്ധിച്ച് ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷത്തായിരിക്കെ UDF ഉന്നയിച്ചിരുന്നു. നികുതി പിരിവ് കാര്യക്ഷമമല്ലാത്തതും മുൻഗണനയില്ലാത്ത ചെലവഴിക്കലുമെല്ലാം ധനസ്ഥിതി വരിഞ്ഞു മുറുക്കിയെന്നാണ് വിമർശനം. ആശങ്കയുടെ കണക്കുകൾ ഇങ്ങനെയാണ്. സംസ്ഥാനത്തിന്റെ ആകെ കടം 4,88,910 കോടി. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലെ കണക്കനുസരിച്ചാണിത്. ഒരു വർഷം കൊണ്ട് മാത്രം വർദ്ധിച്ച കടം 53,596 കോടി. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 38% കടം. 2024-2025 ആകെ എടുത്ത വായ്പ 48,248 കോടി. ഇതിൽ 31,060 കോടിയും റവന്യൂ കമ്മി നികത്താൻ. 2025 റവന്യൂ കമ്മി 28,227 കോടി. 2026 ഇത് 37,000 കോടിയായി ഉയർന്നു. ഈ സാമ്പത്തിക വർഷം ഇത് 41,000 കോടി പിന്നിടുമെന്നാണ് ആശങ്ക. UDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു വകുപ്പ് ആദ്യമായാണ്. പക്ഷേ ഇതും ഈ കടബാധ്യതകൾക്കിടയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സാമ്പത്തിക പ്രതിസന്ധി എന്നത് കേരളത്തിന് പുത്തരിയല്ല. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വലിയ വർധനയില്ലെന്ന് മാത്രമല്ല, ചെലവ് കുതിച്ചുയരുകയും ചെയ്യുന്നു എന്നതാണ് എപ്പോഴത്തെയും അവസ്ഥ. പ്രതിസന്ധി മറികടക്കാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ സർക്കാർ പരമാവധി കടം വാങ്ങിക്കൂട്ടുന്നു. കേന്ദ്രം എത്ര കടം അനുവദിക്കുന്നു അത് മുഴുവൻ വാങ്ങുകയായിരുന്നു നാളിതുവരെ. കേന്ദ്രമാണെങ്കിലോ കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പുലർത്തേണ്ട സാമ്പത്തിക അച്ചടക്കം കേരളം കാണിച്ചിട്ടില്ല. ഈ പ്രതിസന്ധി ടീം UDFന് എങ്ങനെ മറികടക്കാൻ കഴിയും? ഇത് കേൾക്കുന്നവരെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്?